ഹലോ ഗായ്സ്, അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പോകുന്നൊരു ഡിന്നർ കഴിക്കാനാണ്. ചിലരുടെ സ്ഥലത്തൊന്നും അല്ലാണ്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത്. നമ്മളൊരു കപ്പലിലാണ് ഡിന്നർ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എറണാകുളത്ത് ജീവിക്കുന്ന കുറേ ആൾക്കാർക്കെങ്കിലും നമുക്കറിയാൻ പറ്റും ഈ ഒരു ക്രൂയിസ് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പാസ് ചെയ്ത് ആ വഴി പോകുമ്പോൾ കണ്ടിട്ടുണ്ടാകും. മെയിൻലി ബോൾഗാട്ടി, വൈപ്പിൻ ആ ഒരു റൂട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പേരാണ് നെഫ്രിറ്റിറ്റി. നെഫ്രിറ്റിറ്റിയുടെ നെഫ്രിറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈജിപ്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു രാജ്ഞിയുടെ പേരാണ്, അതിസുന്ദരിയായ ഒരു രാജ്ഞി. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ ക്രൂയിസിൻ്റെ ഇൻറ്റീരിയേഴ്സും ഒക്കെ ഒരു ഈജിപ്ഷ്യൻ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഈജിപ്ഷ്യൻ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള സുന്ദരിയായ നമ്മുടെ ഈ കപ്പലിൽ നമ്മളൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ക്രൂ മെമ്പേഴ്സൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡാൻസ്, പാട്ട്, അതുകൂടാതെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവർ നമ്മൾ ആദ്യം ഇതിൻ്റെ സേഫ്റ്റി മെഷേഴ്സും നമുക്ക് ഇതിൽ കയറുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് അവയർനെസ്സൊക്കെ തരുമായിരുന്നു, ഒരു വീഡിയോ ഒക്കെ കാണിച്ചിട്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അവയർനെസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്കുള്ള കമ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുമായിരുന്നു. അതിനുശേഷം ഇവർ ആദ്യം ഒരു വെൽക്കം ഡാൻസും വെൽക്കം ഡ്രിങ്കൊക്കെ തന്നിട്ട് നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. സെക്കൻഡ് ഫ്ലോറിൽ ഒരു ബാർ കൗണ്ടറും ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു റൂഫ് ടോപ്പ് പോലെ ഉള്ളത്. അവിടെയാണ് മെയിനായിട്ടുള്ള ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കയറി പുറത്തു കൂടെ ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോഴും നമ്മുടെ എറണാകുളത്തിൻ്റെ പല കാഴ്ചകളും നമ്മൾ കാണാത്ത, മീൻസ് നമ്മളെപ്പോഴും റോഡ് സൈഡിൽ നിന്നിട്ടുള്ള കാഴ്ചകളായിരിക്കും കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കായൽ കാഴ്ചകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഞാനും വളരെ ചുരുക്കം മാത്രമേ എറണാകുളത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിലും ഇതേപോലെ കായലിൽ കൂടെ യാത്ര ചെയ്തിട്ടുള്ളൂ. വളരെ ചുരുക്കമായിട്ട് വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചി ടു വൈപ്പിൻ, അല്ലെങ്കിൽ എറണാകുളം ടു ഫോർട്ട് കൊച്ചി, അങ്ങനെയൊക്കെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. അത് ബോട്ടിന് മാത്രമാണ് കേട്ടോ. മെട്രോയിൽ പോലും ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, വാട്ടർ മെട്രോയിൽ. അപ്പോൾ ഇത് ഇവരുടെ തന്നെ സർഗറാണി എന്ന് പറഞ്ഞിട്ടുള്ള 1 hour കായലിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ബോട്ട് യാത്രയാണ്. ഇതിനും ഇതേപോലെ തന്നെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നെഫ്രിറ്റിറ്റീനെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് ഒരു പെർ പേഴ്സൺ ചാർജ് വരുന്നത് 2500 to 700 ആ ഒരു റേഞ്ചിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കാം. ഒരു ദിവസം നിങ്ങളും പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് കായലും കടലൊക്കെ കണ്ടിട്ടൊക്കെ വായോ. അപ്പം നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മറൈൻ ഡ്രൈവും ഹൈക്കോർട്ടും അതേപോലെ തന്നെ ഐലൻഡിൻ്റെ ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ പോവുമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഫോർട്ട് കൊച്ചി എത്താറായിട്ടോ. ഫോർട്ട് കൊച്ചിയുടെ ഈ ഒരു വ്യൂ ഞാൻ ഒട്ടും കണ്ടിട്ടില്ലാത്തൊരു വ്യൂ ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല നമ്മൾ എപ്പോഴും ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കപ്പലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാറ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കറിയാവുന്ന സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നോക്കുമായിരുന്നു, ഇത് ആ സ്ഥലമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. വളരെ രസമായിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു. കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഇത് പുറപ്പെടുന്നത് വൈകുന്നേരം 4 മണിക്കാണ്. അപ്പോൾ ഒരു 4 മണിയുടെ വെയിൽ, അത്യാവശ്യം വെയിലുണ്ട്, എങ്ങനാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു വെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിട്ട് നമ്മളവിടെ കുറേ നേരം നിന്ന് സ്പെൻഡ് ചെയ്യും. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അവർ താഴത്തേക്ക് ചായ ഒക്കെ കുടിക്കാനായിട്ടൊക്കെ വിളിക്കും കേട്ടോ. അതുകൂടാതെ ഇവിടെ താഴത്തേക്ക് നമുക്ക് പോകാനായിട്ടും വരാനായിട്ട് എപ്പോഴും ആൾക്കാർ നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ചായയുടെ സമയം ആയതുകൊണ്ടിട്ട് എല്ലാവരും താഴത്തേക്ക് വന്നിട്ട് ചായ കുടിക്കാനായിട്ട് ഇരിക്കുവാണ്. ചായ, കാപ്പി, പാല്, അങ്ങനെ പലതരം നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് സ്നാക്കും ഉണ്ടായിരുന്നു. സുഗിയനായിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. സുഗിയനും ഒരു കുക്കിംഗ് കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും എനിക്ക് കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്ത സാധനങ്ങളായതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. ഞാൻ കാപ്പി കുടിച്ചു. പിന്നെ അത് കൂടാതെ നല്ലൊരു പാട്ട് ആ ചേട്ടൻ എപ്പോഴും അവിടെ ഇരുന്ന് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല പാട്ടുകൾ ആ ചേട്ടൻ കുറേ നല്ല മെലഡീസ് ആയിട്ടുള്ള സോങ്സൊക്കെ പാടി നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കോർണറിൽ അപ്പുറത്തായിട്ടാണ് ബാർ കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നത്. സോ ഇതിനകത്ത് ബിവറേജസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കിച്ചു എന്തോ കോമഡി പറഞ്ഞ് എനിക്ക് വലിയ താല്പര്യമില്ലാണ്ട് ഞാൻ അവിടെ ഇരുന്ന് കിച്ചുവിനെയും കളയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് പോയിട്ട് ചെറിയ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് നമ്മുടെ അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല നല്ല കലാകാരന്മാർ, ഇവരൊക്കെ ഇത്ര നന്നായിട്ട് പാടുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ നന്നായിട്ട് അവർ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഡാൻസൊക്കെ കളിച്ച് നമുക്ക് കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു.
ടൈം ഇങ്ങനെ മാറും തോറും നമുക്ക് ഇങ്ങനെ വെയിലൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുമായിരുന്നു. മാത്രമല്ല അവിടെ നിൽക്കാനും വളരെ രസമുണ്ടായിരുന്നു. കാറ്റൊക്കെ വീശി നമ്മുടെ സൺസെറ്റൊക്കെ കാണാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുമായിരുന്നു. നല്ല എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ അറ്റൻഷനിൽ നിൽക്കണം, നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് താഴ്ത്തുവാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഷിപ്പിൻ്റെ ക്യാപ്റ്റനും എല്ലാവരും കൂടെ വന്ന് അതൊക്കെ താഴ്ത്തി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പ്രോഗ്രാംസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒപ്പം എൻജോയ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ സന്ധ്യ മയങ്ങുന്ന ഒരു സമയത്ത് എത്തിയത്. നല്ലൊരു സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളങ്ങനെ നിൽക്കുമായിരുന്നു. കഷ്ടകാലത്തിന് അന്ന് ഇത്തിരി ഫോഗി ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് സൺസെറ്റ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ താഴത്തേക്ക് വന്നിട്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു. പുലാവും ചപ്പാത്തി ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡെസേർട്ടിൽ ഐസ്ക്രീമും ഇതേപോലത്തെ ഒരു പുഡിങ്ങുമാണ് കിട്ടിയത്. എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ലെങ്കിലും കുഴപ്പമുണ്ടായില്ല, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഭയങ്കര ഒരു പുഡിങ് പേഴ്സണല്ല, ഐസ്ക്രീം പേഴ്സണല്ല. അത് കഴിഞ്ഞിട്ടാണ് മോനെ നമ്മുടെ DJ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ DJs ഒക്കെ ആയിരുന്നു. ഞങ്ങൾ കാര്യമായിട്ട് എൻജോയ് ചെയ്തു, കളിച്ചു. അപ്പോഴേക്കും നമുക്ക് ഈവനിങ് അവിടെ കയറേണ്ട ടൈം ആവും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എൻജോയ് ചെയ്ത് തിരിച്ച് വൈപ്പിനിലെത്തി. അപ്പോൾ നമുക്ക് ഇത്ര നല്ലൊരു ഈവനിങ് സമ്മാനിച്ച് നെഫ്രിറ്റിക്കും താങ്ക് യു, ക്രൂ മെമ്പേഴ്സിനും താങ്ക് യു. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇത്ര ഉള്ളപ്പോൾ ഇന്നത്തെ വീഡിയോ. ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ബൈ ബൈ.